ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞങ്ങൾക്കിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്. ആ ആളുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടു. ഇയാൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മളെ അൻസാരി ഉസ്താദിന്റെ പിന്നാലെയാണ്. ഫേസ്ബുക്കിലുള്ള അൻസാരി ഉസ്താദിന്റെ പുറകെയാണ് ഇയാളുള്ളത്. ഇയാൾക്ക് ലക്ഷ്യം അൻസാരി ഉസ്താദൊന്നുമല്ല. ഇയാൾ നിരന്തരം ഇസ്ലാമിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിമർശിക്കുക എന്നുള്ളതാണ് ഇയാളുടെ മെയിൻ ലക്ഷ്യം. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ എഴുതിയിരിക്കുന്നത് എന്താന്നുള്ളത് ഞങ്ങൾക്ക് വായിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. 1978 ഉമ്മയുടെ വയറ്റിൽ വെച്ച് എല്ലാവരും ചേർന്ന് കൊല്ലാൻ തീരുമാനിച്ചിട്ടും എനിക്ക് ജന്മം തന്നതിന്, മദ്രസ ദർസ് അറബിക് കോളേജിൽ പഠിക്കാൻ അവസരം തന്നതിന്, ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദിൽ നിന്നും പഠിക്കാൻ സാധിച്ചതിന്, ജിഫ്രി തങ്ങളുടെയും MT ഉസ്താദിന്റെയും ശിഷ്യനായതിന്, 1996 ഡിവൈൻ ധന്യ കേന്ദ്രത്തിൽ എത്തിച്ചതിന്, പനക്കരച്ഛനെയും നായക്കൻ പറമ്പിൽ അച്ഛനെയും വല്ലൂരാൻ അച്ഛനെയും എനിക്ക് ഗുരുക്കന്മാരായി തന്നതിന്, അവർ വഴി ലോകരക്ഷകനായ അങ്ങയെ വിശ്വസിക്കാനും സ്നേഹിക്കാനും അങ്ങയിലേക്ക് ഒരുപാട് സ്നേഹിക്കാനും കൃപ തന്നതിന്, 1999 മുതൽ ശാന്തി ആശ്രമത്തിൽ എത്തിച്ചതിനും തത്വശാസ്ത്രം പഠിക്കാൻ അവസരം തന്നതിനും, ഇതിനിടയിൽ 10 ഭാഷകൾ സംസാരിക്കാനും പഠിച്ചതിനും, 2003 ക്യാൻസർ രോഗം വന്നതിന് ആ സമയം ജിജിയെ കണ്ടതിനും, ജിജി കോമഡിയാണ്, ഞാൻ പിന്നെ പറ, 2 മാലാഖമാരായ പെൺകുട്ടികളെ തന്നതിനും, ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കാൻ അവസരം തന്നതിനും, ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനും ഉപകാരം ആക്കിയതിനും, മരുന്നുകൾ, വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചതിന്, അതായത് മരുന്നുകളും ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പുള്ളിക്കാരനെ ഉപയോഗിച്ചതിന് നന്ദി പറയാണ്. അടുത്തത്, ഇതിൽ അസൂയ പൂണ്ട ചില ക്രിസ്ത്യാനികൾ എന്നെ മുസ്ലിം തീവ്രവാദി എന്ന് ചാപ്പ കുമത്തി എൻ്റെ മനസ്സ് തളരാതെ കാത്തതിന്. ഇതായിരുന്നു എനിക്ക് കിട്ടേണ്ടത്. സംഭവം എന്താ മനസ്സിലായോ? സംഭവം ഇയാൾ ഭയങ്കര മുസ്ലിം വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എന്നാലോ ഇയാള് ദർസ് പഠിച്ച് പള്ളിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളിനെയും കുറിച്ചിട്ട് അറിവുള്ള ഒരാളാണ്. പക്ഷേ സംഭവം എവിടെ പാളി വെച്ചാൽ ഇയാൾക്ക് ചെറിയൊരു വീക്ക്നെസ്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിരുന്നു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, ഇങ്ങനെ ദർസ് പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ മതിൽ ചാടേണ്ട പരിപാടിക്ക് ഉള്ള തയ്യാറെടുപ്പിൽ കയ്യോടെ പൊക്കിന്ന് മാത്രമല്ല, അന്ന് അവിടുന്ന് ആ ഓടിയ ആള് പിന്നെ പൊന്തണ എവിടെ അറിയോ? ഈ ക്രിസ്ത്യാനികളുടെ സഭയില്. കാരണം അയാൾക്കറിയാം ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല പൂശ കിട്ടുന്നുള്ളതും അതിലുപരി നല്ല നാണക്കേടാവുന്നുള്ളതും. അപ്പൊ എന്തായാലും നാറി. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ പേരിൽ എന്താരോപണം വരികയാണെന്നുണ്ടെങ്കിലും ശരി, അതെല്ലാം ഞാൻ മതം മാറിയനാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കും എന്ന് ഇയാൾ ഒരു പ്ലാനിന് മുന്നേ കൂട്ടി കണ്ടു. അങ്ങനെയാണ് ഈസാ നബി, അതായത് യേശു എന്ന് പറയുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിയെ കുറിച്ചിട്ടുള്ള ഒരു സൂറത്ത് തന്നെ ഈ ഖുർആനിലുള്ളപ്പോൾ ആ ഒരു സൂറത്തിന്റെ എല്ലാ അർത്ഥവും കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്കുള്ളിൽ നിന്നൊരു വിളിയാളം വന്നു. അത് കാരണമാണ് ഞാൻ ദൈവത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് യേശുവിലേക്ക് എത്താൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ പോയിട്ട് ഒന്ന് സോപ്പിട്ടിട്ട് 4 കയ്യടി വാങ്ങി. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ 2003 ജിജിനെ കെട്ടിയിട്ട് അതിൽ 2 കുട്ടികളുണ്ടായി. കുട്ടികളുണ്ടായിട്ട് ഇയാൾ കുറെ നന്മമരായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നല്ല കോളിൽ പോവുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇയാളുടെ ഒരു മോട്ടിവേഷൻ ഇറങ്ങിയത്. ഇയാളും ജിജിമ്പാടെ എന്തായിരുന്നു മോട്ടിവേഷന്? ഇയാൾ പറയുന്നത്, ഭാര്യ ഒലക്കെടുത്ത് തലക്ക് തച്ചാലും നമ്മൾ ശാന്തരാകുക, നമ്മൾ മിണ്ടാതിരിക്കുക, അവരാണ് നമ്മളുടെ പ്രയത്നം, അവരാണ് നമ്മളുടെ കാണപ്പെട്ട ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷനാണ്. മറ്റാൾ ജിജി ആണെങ്കിലോ, ജിജി അതിനേക്കാൾ വലിയ മോട്ടിവേഷൻ തന്നെ. വയ്യാണ്ടായി കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു പ്രസംഗം കേൾക്കാത്തവർക്ക് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തെ ഒരു മോട്ടിവേഷൻ ജിജിയുടെ വകയുണ്ടായിരുന്നു.
അങ്ങനെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, കുറെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വെക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഈ ഇറങ്ങിയ സമയത്താണെങ്കിലോ ഇവർക്ക് ഫണ്ട് ഇട്ട് കൊടുക്കാനും സഹായിക്കാനും ഒരുപാട് ആളുകളായി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് നല്ല ഫണ്ട് ഇട്ട് കൊടുത്തു, ഭയങ്കര ചാരിറ്റിയായി. വയനാട് പോയി കാണുന്നു, വീടുകളുടെ എണ്ണ എടുക്കുന്നു, സ്ഥലം മേടിക്കുന്നു, അങ്ങനെയൊക്കെ ആയി. അതിനിടയ്ക്ക് ഇവരെ പോലത്തെ ഒരു ഭാര്യയും ഭർത്താവും പിന്നെ ഈ ദുനിയാവിൽ തരണം കിട്ടൂല, അജാതി മോട്ടിവേഷനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നല്ല നിലയിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം നേരം വെളുത്തപ്പണ്ട് ജിജി ഒരു കെട്ടും 16 സ്റ്റിച്ചും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. അയ്യോ എന്നെ കൊല്ലണേ കാലമാടൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാരും നെട്ടി, പ്രത്യേകിച്ച് മലയാളികളെ. എന്താ അത് സംഭവം? കാരണം ഇത്രയും നല്ല മോട്ടിവേഷനും ഭാര്യ ഭർത്താവ് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ എല്ലാതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ക്ലാസ് എടുക്കുന്ന ഓളാണ് ഈ 16 സ്റ്റിച്ചും വലിയൊരു കെട്ടും കൊണ്ട് ഈ കരഞ്ഞും കൊണ്ട് വരുന്നത്. അപ്പൊ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ചെങ്ങായി ഇല്ലേ, പണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് ഓടിയ ഓട്ടം പിന്നെ പൊന്തിയത് ഇവിടെയാണ്. ഇവനെ ക്രിസ്ത്യാനികൾ പോലും ഇപ്പോഴെന്നല്ല അപ്പോഴും അംഗീകരിക്കില്ല. ചില ആളുകൾ മാത്രമാണ് ഇവൻ അന്ന് വിശ്വസിച്ചത്. അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവന്റെ നാക്ക. ഇവനക്ക് ആരിനോട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ ഒരു കഴിവിന്റെ പേരിൽ തന്നെ ജിജിനെയും കെട്ടി നല്ല സുഖമായി എല്ലാ ലോകത്തു കൂടെയും സഞ്ചരിച്ചും കൊണ്ട് ക്രിസ്ത്യാനികളുടെ ചെലവിൽ തന്നെ സഞ്ചരിച്ചും കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഇവർ തമ്മിൽ ഇപ്പൊ തെറ്റിയത്. എന്തിനാ തെറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായ ഫണ്ട് വന്നു. പണമാണല്ലോ എല്ലായിടത്തെയും പ്രശ്നം. ഈ അമിതമായ ഫണ്ട് വന്നത് എന്ത് ചെയ്തു, ഇവൻ ഇടക്കിടക്ക് ചായക്കും വെള്ളത്തിനും വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുക്കും. ഇത് ജിജി അറിഞ്ഞു. ജിജി അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ജിജിയെ ചോദ്യം ചെയ്തു. അത് ചോദ്യം ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ എടുത്തിട്ട് പതിക്കൊരൊറ്റ അടി അടിച്ചിട്ടുള്ളൂ ജിജിയുടെ മണ്ടക്ക്. 16 സ്റ്റിച്ചാ. ഈ 16 സ്റ്റിച്ചിന് പിന്നെ കടന്ന് മെഴുകുന്നത് കാണണം. ജിജി ഓവർ വെള്ളമടിയാണ്, അതിന്റെ പേരിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവൻ തലക്ക് നല്ലൊരു കൊട്ടും കൊടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ക്ലാസ് ഇരിക്കണേ, എങ്ങനെ കുടുംബം മുന്നോട്ട് പോകണ്ടേ, എങ്ങനെയാണ് ഭാര്യ ഭർത്തക്കന്മാർ മുന്നോട്ട് പോകണ്ടേ എന്നുള്ളത് 16 സ്റ്റിച്ച് പെണ്ണുങ്ങൾക്കും കൊടുത്തിട്ടാണ് അവൻ വന്ന് പ്രസംഗിക്കണത്. അങ്ങനെ ഇവനെ പോലീസ് കൊണ്ടുപോയി. സംഭവം നോക്കിയപ്പോൾ ഇവര് ഡെയിലി തല്ലെന്ന് പറഞ്ഞാലും പോരാ, ഈ ഒരു പ്രശ്നത്തിന് ഈ ഫണ്ടിന്റെ പേരിൽ ഡെയിലി തല്ല. അതിലുപരി ക്രിസ്ത്യാനികൾ മുഴുവൻ ഒറ്റപ്പെടുത്തിക്കണം. ഇപ്പൊ ഒന്ന് ചായ ഉണ്ടാക്കണുണ്ടോ, ഓനെ സഹായിച്ചാൻ പോലും ആരുമില്ല. എന്താ വെച്ചാൽ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. ഒരു പണിക്കാരത്തിനെ പോലും അവിടെ നിർത്താൻ പറ്റൂല. ഇവ അത്രക്ക് വലിയ ദൈവവിശ്വാസിയാണ്. ഇവന്റെ ഒരു ഞരമ്പ് വേച്ചിക്കുക. ആ ഞരമ്പ് നാട്ടുകാരൻ ശരിയാക്കിയാൽ ശരിയായിരുന്നു അന്ന്. പക്ഷെ അവിടുന്ന് ഓൻ രക്ഷപ്പെട്ടു. എങ്ങനെ? നേരെ ക്രിസ്ത്യാനികളുടെ അടിയിലേക്ക് വന്നിട്ട് അവൻ എന്ത് ചെയ്തു, ഓൻ ഭയങ്കര യേശു വിശ്വാസിയായി. ഇപ്പോഴും ഇവൻ ചിന്തിക്കണ എന്താ അറിയോ, ഇവനെ സുലൈമാൻ എന്നവന്റെ പേര്. ഇവൻ അറിയുന്നവർക്ക് ശരിക്കറിയാം എന്ത്, ഇവന് മതവും വിശ്വാസവും ഒന്നുമല്ല. എവിടെ ഓസിക്ക് ജീവിച്ചാൻ പറ്റും അവിടെ ഓൻ ജീവിച്ചും. അതിനിപ്പം ഓൻ ഏത് മതം വേണേലും സ്വീകരിക്കും. ഇനി മതമല്ലാതെ ഓൻ നടക്കും. ഓന്റെ പ്രശ്നം മതോ ജാതിയോ ഒന്നുമല്ല. ഇരുന്ന് നണ്ണണം. അതും ലക്ഷറി ജീവിതം വേണം. ഇതിന്റെയൊക്കെ പേരിലാണ് ഇവൻ ഈ ജിജിനെ കെട്ടിയത്. എന്തായാലും ഇപ്പൊ 4-5 ദിവസമായിട്ട് ഇപ്പൊ ഈ മുസ്ലിങ്ങളെ നേരക്കും അൻസാരി ഉസ്താദിന്റെ നേരക്കൊക്കെ നല്ലോണം കേറുന്നുണ്ട്. ഇവന്റെ കുറവുകൾ എന്താണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവൻ നാട്ടുകാരെ പറ്റിച്ചിട്ടും ഒരു പെണ്ണിനെ പറ്റിച്ചിട്ടും 2 മാലാഖനെ തന്നു, പിന്നെ ഒരു മാലാഖിയെ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടിപ്പോ എവിടെ എന്റെ ജിജി? ഇജ് എന്തെല്ലാം മോട്ടിവേഷൻ കൊടുത്തിരിക്കണു. ആദ്യം കുടുംബത്തിലൊരു വലിയ നില ഉണ്ടാക്കി ചങ്ങായി. ഒന്നും വേണ്ട, ഇജ് ജനിച്ച എൻ്റെ മാതാപിതാക്കൾ എന്നെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ കൂട്ടുകുടുംബം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. നാട്ടുകാരെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ പോട്ടെ, ഇവരൊക്കെ ഇജ് പറ്റിച്ചിട്ട് സ്വന്തം സമുദായത്തിനെയും പറ്റിച്ചിട്ട് ഇജിപ്പോ ക്രിസ്ത്യാനികളാ നല്ലതെന്നും പറഞ്ഞിട്ട് അവിടേക്ക് യേശുവിന്റെ വിളി ഉണ്ടായി എന്നും പറഞ്ഞ് വന്നതാണ്. ഈ ക്രിസ്ത്യാനികൾ എന്നെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇജി കല്യാണം കഴിച്ച എൻ്റെ ജിജി എൻ്റെ കൂടെ ഉണ്ടോ? ഇല്ല. ഓളെ പണ്ട് 16 സ്റ്റിച്ചും കൊണ്ടാണ് പറഞ്ഞയച്ചതാ. പിന്നെ ഓളാ വൈക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെ ഏതർത്ഥത്തിലാണ് എൻ്റെ പാതയാണ് ശരിയെന്ന് ഇജി പറയുന്നത്? ഏതർത്ഥത്തിലാണ് ഇജ് മറ്റുള്ളവർ മോശമാണെന്ന് ഇജി പറയുന്നത്? ആദ്യം സ്വന്തം കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകാൻ നോക്കണം. നാട്ടുകാരെ പറ്റിച്ചിട്ടൊന്നും ഒരുപാട് കാലം എനിക്ക് ജീവിക്കാൻ കഴിയൂല. പൊന്നാര ചെങ്ങായി. ഓന്റെ പേരിപ്പെന്താ? സോറി അങ്ങനെ എന്തോ റിയോ ആണ്. എന്നോടാ പറയുന്നത്. അന്ന് ഇവൻ പോയ സമയത്ത് തന്നെ കുറെ പണ്ഡിതന്മാര് പറഞ്ഞൊരു വാക്കുണ്ട്, കുഴപ്പമില്ല,
ഓനോട് പോയില്ലേ. ഇനി ഇത് എന്തിന്റെ പേരിലാണ് പിന്നെ നമ്മൾ അവനോട് പ്രശ്നം ഉണ്ടാക്കിയാലും അതൊക്കെ അവ അങ്ങോട്ട് പോയിനേന്നേ പറയുള്ളൂ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ തന്നെ ഓനെ സിമ്പിളായി എടുത്ത് പുറത്തേക്കിടുന്നത് നമുക്ക് താമസിയാതെ കാണാന്ന്. അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. കാരണം നോക്കാം, ഇരുന്ന് ചായ ഉണ്ടാക്കുക, ഒരു മനുഷ്യനെ സഹായിക്കാനല്ല, ഓന്റെ പ്രസംഗം കേൾക്കാൻ ആളില്ല. ഓപ്പ ഇതില് വന്ന് ഇങ്ങനെ ഘോരം പട്ടി കുരക്കണ മാതിരി ഓൻ കുരക്കണുണ്ട്. സ്വന്തമെന്ന് പറയാനും ആരുമില്ല, ബന്ധമെന്ന് പറയാനും ആരുമില്ല, നാട്ടുകാരില്ല, സമുദായമല്ല. എന്നിട്ടും ഓൻ പറയുന്നു ഓനാണ് ശരിയെന്ന്. വല്ലാത്തൊരു ശരി തന്നെ ചങ്ങായിജ്. എന്നാ ആയിക്കോട്ടെ, ശരി എന്നാ. ഞാൻ കണ്ടപ്പോ എങ്ങനെയൊന്നും പറയാതിരിക്കുക. കാരണം ഇവൻ ഇത്രയും വലിയ ക്വാളിറ്റി ഉള്ള ആളാണല്ലോ മറ്റുള്ളവരൊക്കെ പറയാന്. ഒരു അൻസാരി ഉസ്താദിന് മറ്റേ കറുത്തവനാണ്, മറ്റേ ബിലാൽ റളിയല്ലാഹുവിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട കറുത്തവനായ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാണ്ട് അങ്ങനെ കളിയാക്കിയിരുന്നു. അന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതാ വീഡിയോ, അന്ന് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പൊ ചെയ്തതാ. അപ്പൊ ശരി എന്നാ.